സ്വാഗതം. കേരളത്തിൽ ദിവസേന ലക്ഷക്കണക്കിന് ആളുകൾ യാത്ര ചെയ്യുന്നത് ഒരു സംവിധാനത്തിലൂടെയാണ്. കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ. പക്ഷേ ഇന്ന് വലിയൊരു ചോദ്യം ഉയരുന്നു. KSRTC വികസനത്തിലാണോ, അല്ലെങ്കിൽ കെടുകാര്യസ്ഥതയും പ്രശ്നങ്ങളും കൂടുതലാണോ? ബിസിനസ് ക്ലാസ് ബസ് പോലുള്ള പുതിയ പദ്ധതികൾ വരുമ്പോൾ ഇത് യഥാർത്ഥ പുരോഗതിയാണോ, അല്ലെങ്കിൽ പുറം ചട്ട മാറ്റം മാത്രമാണോ? KSRTCയുടെ കഴിഞ്ഞ 5 വർഷത്തെ മുഴുവൻ ചിത്രം നമ്മൾ പരിശോധിക്കുന്നു. കേരളത്തിന്റെ പൊതുഗതാഗത രംഗത്തിന്റെ നട്ടെല്ല് തന്നെയാണ് KSRTC. ഗ്രാമങ്ങളിലും നഗരങ്ങളിലും സർവീസ് നീളുന്നു. സാധാരണ ജനങ്ങളുടെ പ്രധാന ആശ്രയം എന്നതിൽ സംശയമില്ല. എന്നാൽ വർഷങ്ങളായി സാമ്പത്തിക പ്രതിസന്ധി, സർവീസ് പ്രശ്നങ്ങൾ എന്നിവ KSRTCയെ കുണ്ടിലും കുഴിയിലും ചാടിക്കുന്നു. KSRTCയിൽ എന്തൊക്കെ വികസനങ്ങൾ നടന്നെന്ന് ആദ്യം നോക്കാം. പുതിയ ബസ്സുകളും സർവീസുകളും ആരംഭിച്ചത് എടുത്തു പറയേണ്ട പോസിറ്റീവ് ഘടകമാണ്. AC ബസ്സുകൾ സർവീസ് തുടങ്ങി. സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളുടെ ഗതി മാറ്റി എഴുതി. പ്രീമിയം കൺസെപ്റ്റ് ബസ്സുകൾ നിരത്തിലെത്തിയത് നിർണായകമായ മാറ്റമായി. ഇപ്പോൾ KSRTC കൂടുതൽ ഹൈടെക് ആയി ബിസിനസ് ക്ലാസ് ബസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നു. ഇത് പ്രഥമദൃഷ്ട്യാ രാജ്യാന്തര നിലവാരത്തിലേക്കുള്ള KSRTCയുടെ ഉയർച്ചയാണ്. ഹൈടെക് ബസ് കൊണ്ട് എന്താണ് ലക്ഷ്യമിടുന്നത്? പ്രൈവറ്റ് ലക്ഷറി ബസ്സുകളെ നേരിടുക, മിഡിൽ ക്ലാസ് പാസഞ്ചേഴ്സിനെ ആകർഷിക്കുക, പൊതുഗതാഗത രംഗത്ത് ആഡംബരം നിറഞ്ഞ സുഖയാത്രാനുഭവം നൽകുക. KSRTC സ്വിഫ്റ്റ് മോഡൽ അവതരിപ്പിച്ചത് പ്രധാന ഒരു തീരുമാനമായിരുന്നു. ദീർഘദൂര സർവീസുകൾ മെച്ചപ്പെടുത്തുക എന്നതാണ് ഉദ്ദേശം. ഒപ്പം ചില റൂട്ടുകളിൽ സമയനിഷ്ഠ ഉറപ്പാക്കാനും സഹായിച്ചു. പക്ഷേ യൂണിയനുകളുടെ ശക്തമായ എതിർപ്പ് നേരിടേണ്ടി വന്നു. ഡിജിറ്റലിലേക്കുള്ള മാറ്റം പ്രധാനമാണ്. ആധുനിക കാലത്തോട് കിടപിടിക്കാനുള്ള KSRTCയുടെ നീക്കം ഏറെക്കുറെ വിജയിച്ചു. ഓൺലൈൻ ബുക്കിംഗ് സിസ്റ്റം കൊണ്ടുവന്നു. KSRTC ഓൺലൈൻ ബുക്കിംഗ് ആപ്പ് വലിയ പരിശ്രമം തന്നെ ആയിരുന്നു. യാത്രക്കാർക്ക് ഇത് കൂടുതൽ സൗകര്യപ്രദമായി. ബസ് റൂട്ടുകളും വിവരങ്ങളും ടിക്കറ്റ് ബുക്കിങ്ങും ഒക്കെ ഏകദേശം സുതാര്യമായി. ഇലക്ട്രിക് ബസ്സുകൾ KSRTCയെ പുതിയ ഗതിയിലാക്കി. പരിസ്ഥിതിക്കിടങ്ങുന്ന ബസ്സുകളിലേക്കുള്ള വഴിമാറ്റമായിരുന്നു ഇത്. ഭാവി മുൻനിർത്തിയുള്ള വികസനത്തിന് ഇത് പുതിയ അധ്യായമായി. നഷ്ടത്തിലോടുന്ന KSRTCയെ കൂടുതൽ വരുമാന മാർഗങ്ങളിലേക്ക് നയിക്കാൻ കഴിഞ്ഞത് വലിയൊരു കാര്യമാണ്. പ്രത്യേക ടൂറിസം പാക്കേജുകളായിരുന്നു ഇത്തരത്തിലുള്ള പ്രധാന ശ്രമം. പിന്നെ ബസ്സുകൾ ചാർട്ടർ ചെയ്തുള്ള യാത്രയ്ക്ക് സൗകര്യമൊരുക്കി. അങ്ങനെ നിലനിൽപ്പിനായുള്ള പോരാട്ടത്തിലാണ് സർക്കാർ ഉടമസ്ഥതയിലുള്ള ഈ പൊതുമേഖലാ ഗതാഗത സ്ഥാപനം. ഇതൊക്കെ നല്ല കാര്യങ്ങളാണ്. ഇനി KSRTC നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ എന്താണ്? അതായത് യാഥാർത്ഥ്യത്തിൻ്റെ മറ്റേ വശം. സാമ്പത്തിക പ്രതിസന്ധി KSRTCയെ എല്ലാ കാലത്തും വഴിതെറ്റിച്ചിരുന്നു. കാരണം എന്താണ്? വലിയ കടബാധ്യത. നഷ്ടമാത്രം സൃഷ്ടിക്കുന്ന ഒരു കമ്പനിയായി KSRTC പണ്ടേ മാറിയിരുന്നു. എന്തുകൊണ്ടാണ് ഈ കടക്കെണി? ബസ്സുകളിൽ നിന്നുള്ള വരുമാനം കുറവ്, അതേസമയം ചെലവുകൾ വളരെ കൂടുതൽ. KSRTCയിലെ ജീവനക്കാരുടെ പ്രശ്നങ്ങൾ വലിയ തോതിൽ. ഇത് ഇനിയും പൂർണ്ണമായി പരിഹരിക്കപ്പെട്ടിട്ടില്ല. സാലറി വൈകുന്നതാണ് പ്രധാന ഇഷ്യൂ. പിന്നെ പണിമുടക്കുകൾ, പലതരത്തിലുള്ള സേവന തടസ്സം, യാത്രയിലുള്ള സുരക്ഷാ പ്രശ്നങ്ങൾ. അങ്ങനെ ഇത്തരം കാരണങ്ങൾ KSRTCയോടുള്ള ജനങ്ങളുടെ വിശ്വാസം കുറെയൊക്കെ കെടുത്തി. വാഹനങ്ങളുടെ മെയിൻ്റനൻസ് പ്രശ്നങ്ങൾ ചില്ലറയല്ല. പഴയ ബസ്സുകൾ ഇപ്പോഴും നിരത്തിലുണ്ട്. പ്രശ്നമോ വഴിയിൽ ഓട്ടം നിലയ്ക്കുന്നു, യാത്രക്കാർ ഗതിയില്ലാതെ വലയുന്നു. പ്രൈവറ്റ് ബസ്സുകളുമായുള്ള കിടമത്സരത്തിൽ പലപ്പോഴും മുന്നിലെത്താൻ KSRTCക്ക് കഴിയാതെ പോകുന്നു. അതായത് വേഗതയുള്ള സൗകര്യപ്രദമായ പ്രൈവറ്റ് ബസ്സുകളോട് സാമ്പത്തികമായി ഓടിപ്പിടിക്കാൻ KSRTCക്ക് കഴിയുന്നില്ല. നഗരങ്ങളിൽ സർവീസ് കുറവ് മറ്റൊരു കാര്യമാണ്. അതുപോലെ ഫ്ലെക്സിബിൾ അല്ലാത്ത കടുപ്പമുള്ള മാനേജ്മെന്റ് സംവിധാനങ്ങൾ KSRTCയുടെ കുതിപ്പിന് തടസ്സമാണ്. അതുകൊണ്ട് തന്നെ KSRTCയുടെ വിപണി വിഹിതം കുറയുന്നു. ട്രേഡ് യൂണിയനുകളുടെ പ്രശ്നങ്ങൾ, കാലപ്പഴക്കത്തിൽ തുടരുന്ന സംവിധാനങ്ങൾ, തീരുമാനങ്ങൾ എടുക്കുന്നതിലെയും റൂട്ടുകൾ നിശ്ചയിക്കുന്നതിലെയും രാഷ്ട്രീയ ഇടപെടൽ KSRTCയുടെ വികസനത്തിന് തടസ്സമാകുന്നത് മറ്റൊരു പ്രധാന പ്രശ്നമാണ്. KSRTCയുടെ കാര്യക്ഷമത കുറയ്ക്കുന്നതാണ് ഇക്കാര്യത്തിലെ ലാസ്റ്റ് സ്റ്റോപ്പ്. അഴിമതി കഥകൾ കാര്യമായി ഇല്ല എന്നത് KSRTCയെ കുറിച്ച് എടുത്തു പറയേണ്ട കാര്യമാണ്. അഴിമതി ആരോപണങ്ങൾ ഉണ്ടെങ്കിലും അതൊന്നും നിയമപരമായി തെളിയിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ അതെല്ലാം അപ്രസക്തമാണ്. പക്ഷേ മിസ്മാനേജ്മെന്റ് എന്ന വലിയ പ്രശ്നം KSRTCയെ കുഴിയിൽ ചാടിക്കുന്നുണ്ട്. മാനേജ്മെന്റ് സംവിധാനത്തിന്റെ പരാജയമാണ് ഇക്കാര്യങ്ങളിൽ വ്യക്തമാകുന്നത്. ശരി,
പുതിയതായി എത്തിയ ബിസിനസ് ക്ലാസ് ബസ്സുകൾ വലിയൊരു പരിഹാരമാണോ? മികച്ച സൗകര്യങ്ങൾ, സൗകര്യപ്രദമായ സീറ്റ്, ഉയർന്ന നിലവാരത്തിലുള്ള സേവനങ്ങൾ, ഇതിലെല്ലാമുണ്ട്. പക്ഷെ ചോദ്യം മറ്റൊന്നാണ്. KSRTCയുടെ എല്ലാ ബസ്സുകൾക്കും സമയനിഷ്ഠ ഇല്ലെങ്കിൽ, മെയിൻ്റനൻസ് ഇല്ലെങ്കിൽ, ഓട്ടത്തിനിടയിൽ വഴിയിൽ കിടക്കുകയാണെങ്കിൽ പ്രീമിയം ബസ്സുകൾ മാത്രം ഒരു പരിഹാരമാകില്ല. എന്തായാലും KSRTC ഇപ്പോൾ ആധുനികവൽക്കരണത്തിന് ശ്രമിക്കുന്നു എന്നത് എടുത്തു പറയണം. പക്ഷേ അടിസ്ഥാന പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത് KSRTC ഇപ്പോഴും റിവേഴ്സ് ഗിയറിൽ ആക്കുന്നു. അതായത് പരിഷ്കാരങ്ങൾ നടപ്പാക്കുന്നു, പക്ഷെ അതൊന്നും പൂർണ്ണമാകുന്നില്ല. KSRTCയുടെ പ്രശ്നം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ കെടുകാര്യസ്ഥതയാണ്. പുരോഗമനം സൂപ്പർ ഫാസ്റ്റ് ആകണമെങ്കിൽ സ്ഥിരതയുള്ള മികച്ച സേവനം ഉണ്ടാകണം. ഇല്ലെങ്കിൽ പുതിയ ബസ്സുകൾ വന്നാലും KSRTC കട്ടപ്പുറത്ത് നിന്ന് ഇറങ്ങില്ല. KSRTCയുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് നിങ്ങൾക്ക് പ്രതികരണമുണ്ടോ? ആനവണ്ടിയിൽ പ്രതീക്ഷ അർപ്പിക്കുന്നവരുടെ അഭിപ്രായം എന്താണ്? ആധുനികവൽക്കരണം കൊണ്ട് മാത്രം ഈ സ്ഥാപനം രക്ഷപ്പെടുമോ? കമന്റ് ചെയ്യുക. വികസന വിഷയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ദ പ്രോഫിറ്റ് ന്യൂസ്.